ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കശുവണ്ടിത്തോട്ടത്തിൽ വന്നതാണ് അണ്ടിക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറമ്പത്ത് മുഴുവൻ കാടാ. കശുവണ്ടിയൊന്നും പൊറുക്കാൻ പറ്റില്ല, അത്രയും കാട്. മഴ പെയ്തുകൊണ്ട് നല്ല കാടാണ്. പച്ച കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു. പച്ച നമുക്ക് പൊളക്കാൻ എളുപ്പത്തിൽ കഴിയും. എല്ലാ കൊലയിലൊന്നും ഇല്ല, മഴ പെയ്തുകൊണ്ട് ഓരോന്ന് അങ്ങ് മേലോട്ടൊരു കൊലയിൽ കാണുന്നുണ്ട്. കുറച്ച് നിലത്തെല്ലാം ഉണ്ട്, ഭയങ്കര കാടാണ്. പൊറുക്കാതെ കുറേ ഒരു മാസം പോലെ ആയി. കുറച്ച് പറിച്ചെടുക്കാം മാത്രം. അണ്ടിക്കറി നല്ല ടേസ്റ്റല്ലേ മഴക്കാലത്ത്. കാട്ടിലുള്ളതൊന്നും പൊറുക്കാൻ പറ്റൂല, അത്രയും കാടാ. ഇത് പ്രിയങ്ക ഇനത്തിൽ പെട്ടതാണ്. പ്രിയങ്കയാണ് കശുവണ്ടി. കൊലയിൽ കാണുന്നില്ല, എത്രയാണ് കൊലയിൽ കണ്ടാ. ഒരു കൊല, വേറൊരു കൊല. നല്ല വെയിറ്റ്, നല്ല തൂക്കമുള്ള അണ്ടിയാണ് കേട്ടോ, നടാൻ പറ്റിയ. ഇത് ആറള ഫാമിലെ കശുവണ്ടിയാണ്, ബഡ് കശുവണ്ടി. വലിയ അണ്ടിയാണ്, നമുക്കിപ്പം പൊളന്നിട്ടെടുക്കാം, കറിക്ക് ഉപയോഗിക്കാം. നല്ല തൂക്കം കിട്ടും. കളറ് കുറഞ്ഞത് തുടർച്ചയായ മഴ കാരണമാണ് കളർ കുറഞ്ഞണ്ട. കശുവണ്ടീൻ്റെ കൊലേൻ്റെ ഒരു കൊലയിൽ എത്രയാണ് മുള്ളും കാടും. മഴ പെയ്തത് കാരണം ഇങ്ങോട്ട് വരലേ ഇല്ല, കുറച്ചേ കിട്ടൂലൂ. ഞാനൊരു ചക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ. ഇത് നന്നാറി ചെടിയാണ്. നമ്മൾ നന്നാറി കാപ്പിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ഇതിൻ്റെ കിഴങ്ങ് ചതച്ചിട്ട് കാപ്പിയിലിട്ടാൽ നല്ല ടേസ്റ്റും നല്ല നല്ല ഗുണമുള്ളതാണ്. ഇത് കൈക്കോട്ട ചെറിയ എന്തെങ്കിലും എടുത്തിനെങ്കിൽ കൊത്തി എടുക്കാൻ പറ്റും, കൊത്തിപ്പൊരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കൈക്കോട്ടൊന്നും എടുത്തിട്ടില്ല, കുറേ ഉണ്ട്. ഈ പറമ്പിൻ്റെ അങ്ങേ തലക്കെല്ലാം ഒരുപാടുണ്ട്. ഇത് ഈ പ്രിയങ്കേൻ്റെത് ഒരു കൊലയിൽ 48 അണ്ടി ഉണ്ട് കേട്ടോ. 48 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് അരക്കിലോയിൽ കൂടുതൽ ഉണ്ടാകുന്നു ഒരു കൊലയിൽ. എല്ലാ കൊലയിലും ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല, എന്നാലിതൊരു നല്ല അണ്ടിയാണ്. മാങ്ങ അതിനനുസരിച്ച് വലിപ്പം മാങ്ങക്ക് ഉണ്ടാവില്ല, എന്നാലും വലിയ മാങ്ങ തന്നെ ആയിരിക്കും. ഇത്രയുള്ള ഇതിലും കുറച്ച് ചുവപ്പുണ്ടാവും. ഇത് മഴയെല്ലാം ആയതുകൊണ്ട് ഇതിൻ്റെ കളറും നിറവും എല്ലാം കുറഞ്ഞിട്ടാണ്. ഇതിനെ കൃഷി ചെയ്യാൻ നല്ലതാണ്. ഈ കൊലയിൽ 36 കശുവണ്ടി ഉണ്ട്. നമ്മുടെ പറമ്പിൻ്റെ അടുക്ക് ഇപ്പോൾ പുതിയ 2 വീടൊക്കെ വന്നിട്ടുണ്ട്. 2 വർഷമായി. മറ്റേ വീടൊന്നും ഉണ്ടായിരുന്നില്ല. ചക്ക പറിക്കാൻ വന്നപ്പോൾ ചെറിയ പ്ലാവ്, ഇവിടെ ഒരു 6-7 പ്ലാവ് ഉണ്ടായിന്. എന്ത് ചെയ്തു, ഈ മുകളിൽ മണ്ണ് കൊണ്ടിട്ടാരോ ഇവിടെ കുഴിയായിപ്പോയി. ആ കുഴിയിൽ നിന്ന് വെള്ളം കെട്ടി വന്നിട്ട് കുറച്ചെല്ലാം ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഒരു 3-4 എണ്ണം ഉണ്ട്. ഞാനത് ഇത് കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തിയിട്ട് ചക്കക്കുരു നട്ടതാണ്. പഴുത്ത ചക്ക കൊണ്ടുവന്ന ഒരു പഴുത്ത ചക്കേൻ്റെ ചുളയിലെ കുരുവാണ്. പക്ഷെ ചക്ക ഉണ്ടായത് വരിക്ക, പഴം, പല രൂപത്തിലും ആണ്. ഇതിൻ്റെ ചക്ക പോലെയല്ല, അതിലും നല്ല ചക്ക വന്ന് കെട്ടിട്ടുണ്ട്. ഇങ്ങോട്ടിപ്പോൾ ഇറങ്ങാനെല്ലാം ഭയങ്കര വിഷമമാണ്. ഞാൻ സ്വന്തം വന്നിട്ടുള്ളൂ. കൊക്കയെല്ലാം കെട്ടിയിട്ട് വേണം പറിക്കാൻ. ഇതെല്ലാം വയക്കിയിട്ട് വേണം, ഈ കാട് വയക്കിയിട്ട് വേണം പ്ലാവിൻ്റെ മണ്ടക്കേക്ക് പോകാൻ. ഇപ്പം മാർച്ചിൽ വയക്കിയ തോട്ടാണ് ഇത്. ഭയങ്കര കാടാ. ആടി എത്തണ്ടെങ്കിൽ ഇത്രയും ദൂരം വയക്കി വൃത്തിയാക്കണം. ഇത് കൂരാമ്പരൾ, പച്ചക്കറിയെല്ലാം നട്ടിട്ടാൻ പൊല്ലൽ കുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെല്ലാം ഞങ്ങൾ കുത്തുക. പന്തലിടുന്നതിന് പകരം ഇതിനെ കൊണ്ടെല്ലാം ഒപ്പിക്കാൻ പറ്റൂ. വയക്കാണ്ട് അങ്ങോട്ട് പോയിക്കൂട്ടെ, പാമ്പെങ്ങാനുണ്ടെങ്കിൽ കാണും. മഴ പെയ്ത കാടാ.
നിർത്തിയിലൊന്നുമില്ല ഒരുവിധം. അങ്ങനെ പ്ലാവിൻ്റെ കീഴിലെത്തി. ഒരു ചക്കയുടെ വിത്ത് നട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ചക്ക. ഇതിൻ്റെ മേലെ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ അതുവരെ പറിക്കാൻ വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ ഒരു വരമ്പുണ്ട് തൊഴിലുറപ്പുകാരുണ്ടാക്കി. കാട്ടിലാണ് ചക്കയില്ലേ. ഈ കൊറോണൻ്റെ സമയത്തുണ്ടല്ലോ ഇടയിലുള്ള പ്ലാവിൻ്റെ ചക്കയെല്ലാം പറിച്ചു കൊണ്ടുപോയി. അന്നേരം 6-7 പ്ലാവുണ്ടായിന്. ഇപ്പോൾ ഇവിടെ 3 ഉള്ളൂ. അതിന് മുമ്പ് കുറച്ചും കൂടി കൂടുതലുണ്ടായിന്. എല്ലാം വെള്ളം നിന്നിട്ട് മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ റോഡ് വന്ന് കുന്നുകുത്തനെ ഒഴുകി വന്നിട്ട് ഇവിടെ കെട്ടി നിൽക്കും. അങ്ങനെ ഉണങ്ങിപ്പോയി. ഈ പ്ലാവിലിപ്പോൾ ചക്കയില്ല. ഇതിൻ്റെ ചക്ക നല്ല ചുളയെല്ലുള്ളതുകൊണ്ട് മുറിച്ചിടാൻ എളുപ്പമാണ്. പഴമാണ്. ഒരിക്കലും 2 പറിച്ച് കൊണ്ടുവന്നു. 1 തോന്നുന്നു. 2 കെട്ടുപോയി. ഇപ്പോൾ ഒന്ന് പഴുത്ത് കെട്ടിട്ട്